ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആർട്ടീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയൊരു ഏത്തക്ക പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാമേ. പൈനാപ്പിൾ പച്ചടി പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് ഏത്തക്ക പച്ചടി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്ത ഏത്തപ്പഴം ആദ്യം നടുവേ ഒന്ന് മുറിച്ചിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് നമ്മൾ ഈ മുറിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അതിലേക്ക് അരക്കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മൂടി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ 4 അല്ലി വെളുത്തുള്ളിയും അല്പം ജീരകവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഒരല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാമേ. തേങ്ങയൊക്കെ ചിരകി നമ്മുടെ അരപ്പ് അരച്ചെടുത്തോണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. അങ്ങനെ നമ്മുടെ അരപ്പും ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ചെയ്യാനായിട്ട് കേട്ടോ. തൈര് തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണേ. തൈര് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിച്ച് വെച്ച് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് താളിക്കാനുള്ളത് തയ്യാറാക്കി എടുക്കാമേ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാമേ. കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാമേ. കൊച്ചുള്ളി ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ഏത്തപ്പഴ പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും സാധാരണയായി തയ്യാറാക്കി വരുന്നത് ബീട്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടിയൊക്കെ അല്ലേ. അപ്പോൾ ഇനി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏത്തപ്പഴ പച്ചടി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.